എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കൻ. ഈ ചിക്കൻ്റെ പേരാണ് ബിത്താലു ചിക്കൻ കേട്ടോ. ഇതിൻ്റെ പേര് ഒന്നും കൂടെ ഞാൻ പറയാം, ബിത്താലു കേട്ടോ. ഇതിൻ്റെ പേരാണ് കേട്ടോ. ഈ ബിത്താലു ചിക്കൻ ഉണ്ടാക്കുന്ന രീതി ബട്ടർ ചിക്കൻ്റെ കണക്കൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇത് പുരട്ടി വെക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചിക്കനകത്ത് വലിയ കഷ്ണം ചിക്കൻ കേട്ടോ. ഇതുണ്ട് ചിക്കനകത്ത് തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും ഏലക്കയും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ഒന്നും കൂടെ അരയ്ക്കാൻ നേരത്ത്, ആ ഇഞ്ചിയൊക്കെ അരയ്ക്കാൻ നേരത്ത് ഒന്നും കൂടി അരച്ച് ഉപ്പിട്ട് പുരട്ടി ഒരു 2 മണിക്കൂർ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ വെച്ചിരുന്നതല്ലേ എടുത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ 2 മണിക്കൂർ ആക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഈ ബിത്താലു ഉണ്ടാക്കാൻ പോവുകയാണ്, ചിക്കൻ ബിത്താലു കേട്ടോ. ഇതിനൊരു പേരിട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്ദു ബിത്താലു എന്നുള്ളൊരു വെച്ചാണ് കേട്ടോ ഇതിനൊരു പേര് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ബിന്ദു ഉണ്ടാക്കുന്ന ബിത്താലു ചിക്കൻ, ബട്ടർ ചിക്കൻ കേട്ടോ. ഓക്കെ, മെയിനായിട്ട് ബട്ടർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പേരിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ബായോ. ഇപ്പോൾ ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമുക്ക് നല്ല ചൂടായി കിടക്കുന്നുണ്ട്. എണ്ണ പെട്ടെന്ന് ചൂടാവും കേട്ടോ. കണ്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതിലോട്ട് പറക്കി വയ്ക്കാം. തീ കൂട്ടരുത്, സിമ്മിലിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു, സിമ്മിലിട്ട് വെച്ചേക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പണിയും കൂടി ഉണ്ട്, എളുപ്പമാണ് കേട്ടോ. ഇതിന് സവാളയോ തക്കാളിയോ പച്ചമുളകോ അങ്ങനെയുള്ള ഒരു സാധനവും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരമുറി നാരങ്ങ എടുക്കുക. അതിൽ നിന്നൊരു 3-4 തുള്ളി രണ്ട് ഞെക്കി ഇതിനകത്ത് ഒഴിക്കുക. നമ്മൾ തൈര് പുരട്ടി വെച്ചേക്കുന്നത് കൊണ്ട് നാരങ്ങ നീര് ഇങ്ങനെ ഒരു തുള്ളി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനൊരു ക്രീമുണ്ട് കേട്ടോ. കുറച്ച് ചീസ് ഇടുക, ഒരു മുട്ട എടുക്കുക. എൻ്റെ മഞ്ഞക്കരു ഒന്നും ചെയ്യണ്ട, വായിലോട്ടങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അതങ്ങ് തിന്നണം. ഉണ്ടോ, മഞ്ഞക്കരു നമ്മൾ കഴിക്കുക, എനർജി വേണ്ടേ. എന്നിട്ട് ഈ മുട്ട ഇടുക. ഒരു 2 അല്ലി വെളുത്തുള്ളി, 2 വെളുത്തുള്ളി. ഇനി അതിലോട്ട് ഇച്ചിരി പോലെ നാരങ്ങ നീര്, ഭയങ്കര പുളിയാവണ്ട, ഒരു 2 തുള്ളി നാരങ്ങ നീര്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഇത്തിരി ഒഴിച്ചാൽ മതി. ബട്ടർ ഉണ്ടല്ലോ, ഉപ്പ് ബട്ടറിനകത്ത് ഉപ്പുണ്ടായതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിത്താലു ചിക്കൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അതിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് ഒരു ശകലവും കൂടി വേണം, പൊടിയോളം, കാരണം ചീസിനകത്ത് ഉപ്പുണ്ടാവണം. ഒരു ശകലം ഇടണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അടിച്ചു വെച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. അടിപൊളി ക്രീം കേട്ടോ. ഇത് നമുക്ക് ബന്നൊക്കെ തിന്നാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഏറ്റവും നല്ലത് ഇത് കഴിക്കാം കേട്ടോ. ഇങ്ങനെ അടിച്ചാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഒരു മുട്ട പിഴുങ്ങിയതിൻ്റെ പാടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ച് എന്തായി നോക്കാം. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എളുപ്പം വേവും, കാരണം 2 മണിക്കൂർ ഇത് നമ്മൾ പുരട്ടി വെച്ചിട്ട് മാറി നിന്നേ കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് നല്ല ശകലം മതി, ഒരാൾക്ക് മതി. ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയി ചോറൊക്കെ കഴിച്ചു, അതുകൊണ്ട് എനിക്കിന്ന് വേണ്ട. അപ്പോൾ ഒരാൾക്ക് മതി.
കണ്ടില്ലേ, ഇത് തിരിച്ച് മറിച്ച് വിട്ട് നല്ലോണം ഒന്ന് ചുമക്കൊന്ന് ആക്കിയെടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് ഇടണം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് മൊത്തം ഇതിനകത്ത് പിടിച്ച് റെഡി ആവത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മറിച്ച് ഇട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് തന്നെ വെന്ത് കഴിഞ്ഞു കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കഴിഞ്ഞു കേട്ടോ. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വിത്ത് ആലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്രീം. ഇതാണ്ട് ഇതിലോട്ട് ഒഴിക്കുക. അടിപൊളിയാണ് കഴിക്കാൻ കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നാലേ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും കേട്ടോ. വേറെ ഒന്നുമില്ല, മുട്ടയും ഒത്തിരി ചീസ് മാത്രമേ ഉള്ളൂ. ഫുള്ള് ഒഴിച്ച് ഇനി കുറച്ച് നേരം വീണ്ടും അടച്ചു വയ്ക്കുക. ഇത് തുറന്നിട്ട് നമ്മുടെ പുതിനയിലയില്ലേ, ഈ പുതിനയില നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ ആക്കണം. അരിയൊന്നും ചെയ്യരുത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടിടണം. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. സിമ്മിലിട്ടേക്കണം. അത്രയേ ഉള്ളൂ. ഇനി കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് പതുക്കെ തിരിക്കണം. പതുക്കെ തിരിച്ചിടുക. തിരിച്ചിട്ടു, വീണ്ടും തിരിച്ചിട്ടു, വീണ്ടും തിരിച്ചിട്ടു, വീണ്ടും തിരിച്ചിട്ടു. എന്താ ടേസ്റ്റ് എന്നറിയാമോ? അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. ചോറ് റൈസിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. ബിരിയാണി റൈസ് അല്ലെങ്കിൽ പച്ചരിയൊക്കെ വേവിച്ച് അത് വെച്ച് കഴിക്കണം. നമുക്ക് എളുപ്പപ്പണി ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊടുക്കുമ്പോൾ കഴിക്കുന്നവർ ഞെട്ടും. ഇത്രയും ടേസ്റ്റോട് കൂടിയൊക്കെ കിട്ടുന്നല്ലോ എന്നുള്ളൊരു മനസ്സിന് സമാധാനം കിട്ടും കേട്ടോ. അവരുടെ തൃപ്തിയാണ് നമ്മളുടെ ഇത് ഉണ്ടാക്കാനുള്ള എനർജി. അപ്പോൾ തിരിച്ച് മറിച്ചും വീണ്ടും ഇട്ട് വീണ്ടും അടയ്ക്കുക. എളുപ്പമല്ലേ? ഉള്ളി അരിയണ്ട, പച്ചമുളക് അരിയണ്ട, ഒന്നും വേണ്ട. എളുപ്പം പണി തീർന്ന്. ഒരു ഒറ്റ ചോറ്. അച്ചാർ വേണ്ടുന്നവർക്ക് അച്ചാറുടെ, എരിയും വേണ്ട. എരി വേണ്ടുന്നവർക്ക് മസാല കൂട്ടിയിടാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തി, പിന്നെ നമ്മളെ ബ്രെഡ്, പിന്നെ കുബൂസ് ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഓക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലൊരു ബട്ടർ ചിക്കൻ വിത്ത് ആലു നിങ്ങളും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ ഒരു റൈസ് ഉണ്ടാക്കി. എളുപ്പം ഒരു റൈസ് കേട്ടോ. ഇത് നമ്മൾ ബിരിയാണി റൈസ് വെച്ചിട്ടില്ല, സാധാരണ പച്ചരി വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നമ്മുടെ പച്ചരി വെച്ചാണ് ഈ ചോറ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വിത്താലു കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ളത് കണ്ടോ. അത് കൈവച്ച് ഉടച്ച് കാണിക്കഴിഞ്ഞാൽ എന്നാലേ അതിൻ്റെ മനസ്സിലാവത്തുള്ളൂ. ഇതാ ചൂടാണ് കേട്ടോ. ഓ, നല്ല വെന്ത് ഉടഞ്ഞിരിക്കുക കേട്ടോ. ഇത് ഈ ക്രീമിനകത്ത് ഇങ്ങനെ ആക്കി കഴിച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. നല്ല പഞ്ഞിയാക്കി ഇരിക്കുക കേട്ടോ. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ടങ്ങ് വെന്ത് കണ്ടില്ലേ. അപ്പം വേണ്ടത് എന്തോ രണ്ടര മണിക്കൂർ ചിക്കൻ നല്ലോണം പുരട്ടി വെച്ചതിന് ശേഷം മാത്രം ഇതുണ്ടാക്കാവൂ. അപ്പോൾ ചിക്കൻ നല്ല പഞ്ഞി കണക്ക് ഉടഞ്ഞ് നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും. കണ്ടില്ലേ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സമയം ആയിട്ടില്ല, ഉണ്ണാനുള്ള സമയം ആയിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതണ്ടേ ഈ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിരുന്നാൽ മതി. കഴിക്കാൻ സമയമാകുമ്പോൾ എടുത്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഈ പേര് മറക്കരുത് കേട്ടോ, ചിക്കൻ വിത്ത് ആലു കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിയണേ കേട്ടോ. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് നല്ല കാണാൻ തന്നെ നല്ല ചന്തമൊക്കെ ഇല്ലേ. ഈ പച്ചമുളകൊക്കെ വെച്ചേക്കുന്നത് കണ്ടല്ലേ, എന്നെ അടിച്ച് കൂട്ടിക്ക് വിടുന്നു. വെറുതെ ഞാനൊരു രസത്തിന് വേണ്ടി വെച്ചേക്കാം കേട്ടോ.
ബാക്കിയെല്ലാം കഴിച്ചോളൂ, പച്ചമുളക് ഇഷ്ടമേ അല്ല. ഓക്കെ, ബൈ.